GPS ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് സ്ഥലങ്ങളെ കുറിച്ചുള്ള വഴികളെ കുറിച്ചുള്ള അറിവും നോളജും കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ആ കാരണം എന്താണ്? നമ്മള് നേരത്തെ ഓർത്തു വെക്കും. കാരണം ഇനി ആ വഴി പോകുമ്പോ തെറ്റരുത്. കാരണം പണ്ട് എങ്ങനെയാ നമ്മള് മോഹൻലാല് പറയുന്നത് ചോദിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാണ്ടായി. അതെ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗൂഗിൾ ചേച്ചി പറയുന്നത് പോലെ അങ്ങ് പോകും. കുളത്തിച്ചാടാൻ പറഞ്ഞാൽ കുളത്തിച്ചാടും. അപ്പോ അത് ഒരു എക്സാമ്പിള്. പിന്നെ നമ്മൾ പണ്ട് ആളുകളുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്തിരിക്കുമായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ വേണം നമ്മുടെ സ്വന്തം ആൾക്കാരുടെ ആരെങ്കിലും റിമൈൻഡ് ചെയ്യാനായിട്ട്. ഭാര്യമാരുടെ പ്രത്യേകിച്ച്. അതെ. അല്ല അത് വലിയ വില കൊടുക്കേണ്ടി വരും. അതെ. പിന്നെ നമുക്ക് പണ്ട് ഡയറി ഉണ്ടായിരുന്നു. അതിലെ കുറെ നമ്പേഴ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ നമ്പർ ഏതെങ്കിലും ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഏറ്റവും ഭയാനകമായ വെർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പെല്ലിങ്ങുകളെ കുറിച്ച് ഞങ്ങള് പഠിപ്പിക്കുന്ന അധ്യാപകരായതുകൊണ്ട് അത് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഓട്ടോ കറക്റ്റ് വന്നതിൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ സ്പെല്ലിങ് വരികയാണ്. അപ്പൊ നമുക്ക് സ്പെല്ലിങ് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ പരീക്ഷ എഴുതുമ്പോ അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് കുട്ടികൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്.